ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് നാവിന്റെ അടിയിൽ വെക്കാതെ മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ മൂന്നാളെയും എന്താണ് പ്രത്യേകമായിട്ട് ഞാൻ നിരീക്ഷിച്ചു വരാറുണ്ട്. ഞാൻ ഇന്നേ വരെ ഹനാൻഷ പുതിയ കാറ് വാങ്ങിയിട്ട് വീട്ടുകാരെ സർപ്രൈസ് ചെയ്ത ആ വീഡിയോയില് ആ കാറിന്റെ മൊഞ്ചിനേക്കാൾ ആ വീഡിയോക്ക് മൊഞ്ച് നൽകിയത് ഹനാൻഷാന്റെ ഉപ്പാന്റെ ഒരു 10 മിനിറ്റോളം വരുന്നൊരു ടോക്ക് ഉണ്ട്. ഇന്നത്തെ തലമുറക്ക് അതല്ലെങ്കിൽ ഇന്നത്തെ നവയുഗ ഇറയിൽ ജീവിക്കുന്ന ഓരോരുത്തരോടും ആ മനുഷ്യൻ പറയുന്ന കുറച്ച് വാക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദിസ് ഏജ്, ദിസ് ഇറ. ആ 10 മിനിറ്റ് സംസാരത്തിനിടയിൽ അയാൾ പറഞ്ഞ ഒരു വളരെയധികം വിലപിടിപ്പുള്ളൊരു വാക്കുകളുണ്ട്. ഓരോ രക്ഷിതാക്കളും നിർബന്ധമായും കേട്ടിരിക്കേണ്ട വാക്കുകൾ. മൂപ്പര് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ CCTV ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് കാണിക്കുന്ന ഓരോ ചലനങ്ങളും എനിക്കതിൽ വാച്ച് ചെയ്യാൻ സാധിക്കും. ബട്ട് ആ CCTVക്ക് പുറമെ എൻ്റെ 2 കണ്ണുകളും സദാസമയം നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാം ഓൺസുകളോ അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഫങ്ഷൻസിന് ഓരോ പ്രോഗ്രാംസിന് പോയി വരുമ്പോൾ സാമ്പത്തികമായി എത്ര ലഭിച്ചു ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല. പക്ഷേ ഇന്നത്തെ തലമുറയിൽ കാണപ്പെടുന്ന എന്തെങ്കിലും ചീപ്പ് ആക്ടിവിറ്റീസ്, എന്തെങ്കിലും മോശമായ പ്രവർത്തനം നിങ്ങളിൽ നിന്ന് കണ്ടാൽ കഞ്ഞി പോലും ഞാൻ തരില്ല. നമുക്കെല്ലാവർക്കും അറിയണ പോലെ ഹനാൻഷൻ്റെ ആ വലയം, ആ ഫ്രണ്ട്സ് എപ്പോഴും സദാസമയം അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ടൈമും ഹനാൻഷാൻ്റെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻസും ആ വീട്ടിലെ ആ പാവപ്പെട്ട ഉമ്മ ചെയ്തു കൊടുക്കുന്ന സൽക്കാര വിരുന്നുകളുമെല്ലാം ആ ഭക്ഷണത്തിൻ്റെ സുപ്രയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ ഒരു ടീമിനോടാണ് ഈ ഉപ്പ അഭിസംബോധന ചെയ്യുന്നത്. മോശപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് കണ്ടാൽ കഞ്ഞി പോലും എൻ്റെ വീട്ടിൽ നിന്ന് തരില്ല. ശരിക്കും ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കൾ പാതിരാ സമയത്ത് കയറി വരുമ്പോൾ എവിടെ നിന്നാണ് അതല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ വരുന്നത് എന്ന് അന്വേഷിക്കാറുണ്ടോ? ഇതിങ്ങനെ തുടർന്ന് 30ാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കും, എന്താ മോനെ വൈകി വന്നത്? അന്നുള്ള റിയാക്ഷൻ നെഞ്ചത്തൊരു കത്തിയുടെ ആഞ്ഞു കുത്തായിരിക്കും. അപ്പോഴേക്കും മക്കൾ മാറിയിട്ടുണ്ടാവും. തുടക്കം മുതലേ നമ്മുടെ കണ്ണുകൾ സദാസമയം അവരുടെ മേലുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഓൾമോസ്റ്റ് എല്ലാ കേസുകളിൽ നിന്നും നമ്മുടെ മക്കൾ രക്ഷപ്പെടും, ഷുവർ. മറിച്ച് ആദ്യ ദിവസങ്ങളിൽ ഞാൻ കാണിക്കുന്ന ലാഘവം, ചോദിക്കാനും പറയാനും ഒന്നും അവസരങ്ങൾ കൊടുക്കാതെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത്രക്കും മക്കൾ മോശമായി കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഹനാൻഷാൻ്റെ ഉപ്പാൻ്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഇമ്പോർട്ടൻസുമുള്ള വേർഡ്സുകളായി മാറിയത്. ഇൻഷാ അല്ലാഹ്.